കുറച്ച് ദിവസത്തെ മഴയിന് ശേഷം നല്ല വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള എല്ലാം എടുത്ത് അമ്മ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വാവ ഉറങ്ങുന്നതാണ്, അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ചെന്നപ്പോഴേക്കും ആശാൻ എണീറ്റ് ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചവിട്ട് നാടകമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തൊക്കെ കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഒരു ഡിഷ് കണ്ട്, ബ്രെഡ് വെച്ചുള്ളത്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനപ്പോൾ സവാള, മുട്ട, ബ്രെഡ്, പിന്നെ പച്ചമുളക് മതി. സവാള നമ്മൾ കുഞ്ഞു കുഞ്ഞാക്കി അരിയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞക്കുരുവും മാറ്റി വെക്കാം. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ടായില്ല, 2 മഞ്ഞ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഒരെണ്ണം ഞാൻ എടുത്തപ്പോൾ പൊട്ടിപ്പോയി. പിന്നെ ബ്രെഡ് കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പിച്ചി ഇടാം. അത് എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കൊന്ന് കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചതിന് ശേഷം ആ മുട്ടയുടെ വെള്ളം അതിലോട്ടെടുത്ത് ഇടുക. എന്നിട്ട് കുഴക്കുക. പിന്നെ അതിന് വേണ്ട ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കുഴക്കാം. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് സവാളയും പച്ചമുളകും ഇട്ട് കുഴച്ചതിന് ശേഷം പിന്നെ ആ പാൻ എടുത്തിട്ട് എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് അത് പരത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ മഞ്ഞക്കുരുവില്ലേ അതെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടി അടച്ച് വെക്കുക സിമ്മിലിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് മറിച്ചിടുക. അത് കഴിഞ്ഞ് നമുക്കെടുത്ത് സോസിൻ്റെ കൂടെ തിന്നുക. അത് നല്ല ടേസ്റ്റായിരിക്കും. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ബ്രെഡ് കുറച്ച് കൂടുതലെടുത്തു പോയി. അപ്പം നനയാൻ വേറെ ഒന്നും നമ്മൾ ഒഴിക്കണില്ലല്ലോ, ഈ മുട്ടയുടെ വെള്ളയല്ലേ ഒഴിക്കണത്. അപ്പോൾ ഇത്തിരി ഇങ്ങനെ ഡ്രൈ ആയിപ്പോയി. അതല്ലാതെ നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മുട്ടയും ബ്രെഡും വെച്ച് ചെയ്യൂല, അതിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ 2-3 ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പനി പിടിച്ചായിരുന്നു. പെട്ടെന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇരിക്കും പെട്ടെന്ന് പനി പിടിച്ചു. പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി. പനി അങ്ങനെ ഉണ്ടായില്ല, പക്ഷേ നല്ല തൊണ്ടവേദനയും ചുമയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ബോഡി അത്രയ്ക്ക് ഓക്കെ ആയിട്ടില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ പനി വന്നതെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞത് ഞാൻ സോസൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ബ്രെഡും മുട്ടയും വെച്ച് ചെയ്ത് കഴിക്കില്ല, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ. പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛന് കൊടുത്തിട്ട് അച്ഛൻ എങ്ങനെയുണ്ടെന്ന് വീഡിയോയിൽ അഭിപ്രായം പറയാൻ പറയണതാണ് നിങ്ങൾ കാണുന്നത്. സൂപ്പറാണെന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയും. ഞങ്ങളുടെ ചായ കുടി കഴിഞ്ഞിട്ട് വേണം വാവനെടുത്തിട്ട് അമ്മക്ക് ചായ കുടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.